വളരെ നിഷ്കളങ്കരായ 17-18 വയസ്സുള്ള കുട്ടികളൊക്കെയാണ് ഇതിന് വന്ന് വളരെ അനുകൂലിച്ചുകൊണ്ട് അഭിപ്രായം പറയുന്നത്. ഇവരെ തെരുവിലിറക്കും. എല്ലാവരും അവർ പറയുന്നത് ഞങ്ങൾക്ക് വയലൻസ് താല്പര്യമേ ഇല്ല, പക്ഷേ ഇവരുടെ പരിപാടിയിൽ വയലൻസ് ഉണ്ടാവും. ഇന്ത്യയെ ആക്രമിച്ചുകൊണ്ടിരുന്നത് തീവ്രവാദമാണ്. തീവ്രവാദം പൂർണ്ണമായിട്ടും ഈ സർക്കാർ, മോദി സർക്കാർ വന്നതിന് ശേഷം നിർത്തി. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ത്യയെ ശിഥിലമാക്കണമെങ്കിൽ വിതിൻ ദ ഗ്രൂപ്പ് വന്നാലേ പറ്റൂ. ആം ആദ്മി പാർട്ടി പടരുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ അതേ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിൻ്റെ ആൾക്കാരും അതേ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയ സാധനവും ഉണ്ടാക്കിയിരിക്കുന്നത്. മിടുക്കന്മാർക്ക് മാത്രമേ രാജ്യത്ത് സ്ഥാനം പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സംവരണത്തിനെതിരെ ഒരു സ്ലോഗൻ അവരുണ്ടാക്കിയതാണ്. പക്ഷേ ഇപ്പോൾ അത് പൊട്ടിക്കരുത്, പൊട്ടിച്ചാൽ നമ്മുടെ സമരം പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ട് പിന്നോട്ട് വെച്ചിരിക്കുന്നതാണ്. അമേരിക്കയുടെ കയ്യിൽ നിൽക്കുന്ന ഒരു പാവയായിട്ട് പാകിസ്ഥാനെ പോലെ ഇന്ത്യ ആക്ട് ചെയ്യണം. 850 സീറ്റിലായിരിക്കും ഇനി ലോക്സഭയിലേക്ക് ഇലക്ഷൻ വരാൻ പോകുന്നത് ഭാവിയിൽ. ആ 850 സീറ്റിലേക്ക് വന്നാൽ നോർത്ത് ഇന്ത്യയിലെ പ്രധാന സീറ്റുകളിലേക്കെല്ലാം BJPക്ക് അപ്പർ ഹാൻഡ് കിട്ടും. അപ്പോൾ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്ക് സ്ഥാനമില്ലാതാവും. അതാണ് അവരിതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കോക്രോച്ച് ജനതാ പാർട്ടി, പാറ്റ പാർട്ടി ഇന്ന് വലിയ ട്രെൻഡിങ് ആണ്. അഭിജിത്ത് ദീപ് കെ എന്ന ആം ആദ്മി പാർട്ടിയുടെ മുൻ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണ് ഇതിന് മുൻകൈയെടുത്തത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഇവർ കമ്പ്യൂട്ടറിൽ നിന്നും തെരുവിലേക്ക് ഇറങ്ങാൻ ശ്രമം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായിരിക്കും CJPയുടെ അടുത്ത ലക്ഷ്യം? എന്താണ് അവരെ കാത്തിരിക്കാൻ പോകുന്ന നാളുകൾ പറയുന്നത്? ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ നിന്നും കാണാൻ സാധിക്കുമോ? എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടാകുന്നു? പരിശോധിക്കാം. നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇപ്പോൾ എല്ലാവരും കരുതിയിരുന്നതിനപ്പുറത്തേക്ക് അവർ തെരുവിലേക്ക് ഇറങ്ങാൻ ശ്രമം തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവരും പറഞ്ഞു കമ്പ്യൂട്ടറിനുള്ളിൽ ഇരുന്നു കൊണ്ട് എന്തും ചെയ്യാം എന്ന്. പക്ഷേ അടുത്ത ആശങ്കയ്ക്ക് വക നൽകിക്കൊണ്ടുള്ളൊരു നീക്കമാണ് അവരുടെ ഭാഗത്ത് നിന്ന്. ബാംഗ്ലൂരിൽ മനുഷ്യചങ്ങലയ്ക്ക് അവർ അനുമതി തേടി, പക്ഷേ പോലീസ് അനുമതി നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായിരിക്കാം അവരുടെ അടുത്ത നീക്കമെന്നാണ് അങ്ങ് അനുമാനിക്കുന്നത്? അല്ല, ഇന്ത്യ മൊത്തത്തിൽ ഒരു അന്തഃഛിദ്രം ഉണ്ടാക്കുക, അത് കാലാകാലങ്ങളായി ശ്രമിച്ചു വരുന്ന ഒരു പദ്ധതിയാണ്. അത് ആദ്യം ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാക്കുന്ന വിധത്തിൽ പൗരത്വവും മറ്റു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അതിനെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ഒരു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കുക, അതിന് പൗരത്വ CAA വിരുദ്ധ സമരം, അവിടെ ഡൽഹിയിൽ അതിന് വലിയ കലാപം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ രാജ്യം മുഴുവൻ അത് വ്യാപിപ്പിക്കാനുള്ള ശ്രമം. പക്ഷേ അത് BJP ഭംഗിയായി പിടിച്ചു നിർത്തി. രണ്ടാമത് കർഷക സമരം അതുപോലെ തന്നെയായിരുന്നു. അതും ഈ പ്രധാന അടിസ്ഥാന കാര്യങ്ങളാണ് പറയുന്നത്. മറ്റൊന്ന് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു വിഭാഗമാണ് കർഷകർ എന്ന് പറഞ്ഞാൽ. അവർക്ക് ഊർജം കൂടുതലാണ്. തെരുവിലിറങ്ങാൻ പറഞ്ഞാൽ എപ്പോൾ വേണോ ഇറങ്ങി എന്തും കാണിക്കാൻ കഴിവുള്ള ഈ മത്സ്യത്തൊഴിലാളികളുടെ കാര്യം പറയുന്ന പോലെയാണ്. കർഷകർ അതുപോലെ ഊർജ്ജസ്വലരാണ്. അവർ തെരുവിലിറങ്ങി ആയാൽ പിന്നെ നമുക്ക് പിടിച്ചു കെട്ടുക പട്ടാളത്തിന് ചിലപ്പോൾ പറ്റിയെന്ന് വരുള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു ടീമിനെ മൊത്തത്തിൽ ഇറക്കുക. അത് രണ്ട് വിധത്തിലാണ്. ഒന്ന്, നമ്മുടെ ഭക്ഷ്യ സുരക്ഷയെ ബാധിക്കും. രണ്ടാമത്, ഇവർ തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ അമർത്താൻ സർക്കാരിന് ബുദ്ധിമുട്ടേണ്ടി വരും. മൂന്നാമത്തേത്, ഇപ്പോൾ കിസാനും അത് കഴിഞ്ഞാൽ പിന്നെ പട്ടാളക്കാരനാണ്. ഇന്ത്യൻ പട്ടാളക്കാരനെ പിടിക്കാൻ പറ്റില്ല. അതിന് പകരം പട്ടാളത്തിൽ ചേരാൻ താല്പര്യമുള്ളവരെ അഗ്നിവീർ നിങ്ങളെ പറ്റിക്കുന്ന പരിപാടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു പ്രക്ഷോഭം. ഒരു കാര്യം ആലോചിച്ച് നോക്കുമ്പോൾ, നമ്മുടെ കുട്ടികൾ പട്ടാളത്തിൽ പരീക്ഷ എഴുതാൻ പോയി, അവിടെ കിട്ടിയില്ല, അല്ലെങ്കിൽ അവർക്ക് അവസരം നിഷേധിക്കുന്നു പറഞ്ഞാൽ അവർ നേരെ വന്ന് ട്രെയിൻ കത്തിക്കുമോ? ട്രെയിൻ കത്തിക്കാൻ വേറെ ആൾക്കാരുണ്ട്. ഇവർ റെയിൽവേ സ്റ്റേഷനിൽ അവരെ എത്തിക്കുക, ബാക്കി ട്രെയിൻ കത്തിക്കുന്നതും ബാക്കി പരിപാടികളും ചെയ്യാൻ അതിൻ്റെ പിന്നിൽ ആളുകളുണ്ട്. ജെൻസി കലാപത്തിൻ്റെ പിന്നിലും അത് തന്നെയാണ്. പാവപ്പെട്ട കുട്ടികൾ, നമ്മൾ ഇന്നലെ ടെലിവിഷനിൽ കണ്ടു, വളരെ നിഷ്കളങ്കരായ 17-18 വയസ്സുള്ള കുട്ടികളൊക്കെയാണ് ഇതിന് വന്ന് വളരെ അനുകൂലിച്ചുകൊണ്ട് അഭിപ്രായം പറയുന്നത്. ഇവരെ തെരുവിലിറക്കും. പക്ഷേ എല്ലാവരും അവർ പറയുന്നത് ഞങ്ങൾക്ക് വയലൻസ് താല്പര്യമേ ഇല്ല, പക്ഷേ ഇവരുടെ പരിപാടിയിൽ വയലൻസ് ഉണ്ടാവും. അതിൽ വേറെ ആളുകൾ നുഴഞ്ഞു കയറും. കാരണം ഇവർക്ക് പരസ്പരം അറിയില്ല. ഇപ്പോൾ CPM ഒരു ജാഥ നടത്തുന്നെങ്കിൽ CPMന് അറിയാം ഏത് ബ്രാഞ്ച് കമ്മിറ്റി എന്നുള്ളവർ എത്ര പേര് വന്നു. കോൺഗ്രസിനാണെങ്കിലും അറിയാം അത് മണ്ഡലം കമ്മിറ്റിയുടെ ഇന്ന ആളാണ് എന്നറിയാം. ജെൻസികൾ ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്താൽ പുത്തരിക്കണ്ടത്ത് മൈതാനത്ത് വരാനോ മാനാഞ്ചിറ മൈതാനത്ത് വരാനോ പറഞ്ഞാൽ, അല്ലെങ്കിൽ ബാംഗ്ലൂർ വരാൻ പറഞ്ഞാൽ അവർക്കറിയില്ല ഇത് ആരാ വരുന്നതെന്ന്. തീവ്രവാദി വന്നാലും സാധാരണക്കാരൻ വന്നാലും കമ്മ്യൂണിസ്റ്റുകാരൻ വന്നാലും കോൺഗ്രസ്സുകാരൻ വന്നാലും ആര് വന്നാലും അവർക്കറിയില്ല ഇതെല്ലാം നമ്മുടെ ആളാണെന്നുള്ള ധാരണയിൽ അവർ മുന്നോട്ട് പോകും. അവിടെ നുഴഞ്ഞു കയറുന്നവന് വലിയ കലാപങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അപ്പോൾ ജെൻസികൾ കലാപം സൃഷ്ടിച്ചു എന്നായിരിക്കും അതിൽ വരുന്ന പേര്. അപ്പോൾ ഇന്ത്യ മുഴുവൻ കലാപം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഒരു എളിയ നീക്കമാണ്.
പല നീക്കങ്ങളും ഇതിൽ അങ്ങ് പറഞ്ഞതുപോലെ നടന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാനല്ലേ പറഞ്ഞേ കിസാൻ, പിന്നെ എന്താ നമ്മൾ പട്ടാളക്കാരനെ, അത് കഴിഞ്ഞിട്ട് ലഡാക്കിൽ നമ്മൾ കണ്ടു, നോർത്ത് ഈസ്റ്റിൽ നമ്മൾ കാണുന്നു, നോർത്ത് ഈസ്റ്റിൽ വളരെയധികം നടത്തി. അതുപോലെ തന്നെ മാവോയിസ്റ്റുകൾ, അവരുടെ നീക്കങ്ങൾ, പിന്നെ ഡിവൈഡുകൾ കൂട്ടിക്കൊണ്ടുവരിക. ഇപ്പം മുസ്ലിങ്ങൾക്ക് സുരക്ഷിതത്വമില്ല, ക്രിസ്ത്യാനിക്ക് സുരക്ഷിതത്വമില്ല, അതുകൊണ്ട് നമ്മൾ സംഘടിക്കണമെന്ന് പറയുന്ന അവസ്ഥ. കട്ടിംഗ് സൗത്ത്, ഇങ്ങനെ പഞ്ചാബിൽ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഞ്ചാബിനെ രൂക്ഷമായ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം. നമുക്കറിയാം ഖാലിസ്ഥാൻ്റെ വാദം വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്കും ഇവിടുന്ന് അങ്ങോട്ടും ഒക്കെ കമ്മ്യൂണിക്കേഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ, അതിർത്തിയിൽ പലവിധ പ്രശ്നങ്ങൾ. പാകിസ്ഥാനെ നമ്മൾ ഒതുക്കിയപ്പോൾ വേറെ പ്രശ്നങ്ങളുമായിട്ട് അവർ ഇപ്പം അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം ഇന്ത്യയെ ആക്രമിച്ചുകൊണ്ടിരുന്നത് തീവ്രവാദമാണ്. തീവ്രവാദം പൂർണ്ണമായിട്ടും ഈ സർക്കാർ, മോദി സർക്കാർ വന്നതിന് ശേഷം നിർത്തി. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ത്യയെ ശിഥിലമാക്കണമെങ്കിൽ വിതിൻ ദ ഗ്രൂപ്പ് വന്നാലേ പറ്റുള്ളൂ. അതിനാണ് നമ്മൾ അപ്പോൾ തീവ്രവാദികളെ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കാനുള്ള ശ്രമമായി. അതിനാണ് വൈറ്റ് കോളർ ടെററിസം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ കണ്ടു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരെയൊക്കെ രംഗത്തിറക്കുക, ഡോക്ടർമാരെ രംഗത്തിറക്കുക, എന്നിട്ട് അവർ വളം വെച്ച് വരെ ബോംബുണ്ടാക്കാൻ ശ്രമം. 36 ഇടങ്ങളിൽ ഒന്നിച്ച് കാർ ബോംബുകൾ സ്ഫോടനം ചെയ്യുന്ന ഒരു സാഹചര്യം. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യ അരക്ഷിതമാണെന്ന് വരുത്തണം. അല്ല, ഇപ്പോൾ വേറൊരു പ്രധാന കാര്യം, 2-3 കാര്യങ്ങൾ. ഒന്ന്, ആപ്പിനൊരു ആപ്പ് വെച്ചാൽ BJPക്ക് 10 ആപ്പ് വയ്ക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ ആം ആദ്മി പാർട്ടിക്ക് വലിയ കൈയുണ്ട്. കാരണം അവരുടെ ടീം തന്നെയാണ് ഇപ്പോൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. പണ്ട് ലോജിസ്റ്റിക് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൂവ്മെൻറ്റ് നടത്തിയിരുന്നു. അതിൻ്റെ ബാക്കി പത്രമാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരത്തിൽ വന്നതിൻ്റെ പിന്നിൽ. ഇപ്പോൾ ഗുജറാത്തിലേക്ക് ആം ആദ്മി പാർട്ടി പടരുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ അതേ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിൻ്റെ ആൾക്കാരും അതേ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയ സാധനവും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നത് ഇതൊരു പുതിയ സംഭവമാണ്. പിന്നെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളായ മഹുവ മൊയ്ത്രയും കീർത്തി ആസാദും ഒക്കെ, പിന്നെ നമ്മുടെ പ്രശാന്ത് ഭൂഷൺ, ഇങ്ങനെയുള്ളവരൊക്കെ ഇതിനകത്ത് വന്ന് കയറിയിട്ടുണ്ട്. പ്രശാന്ത് ഭൂഷൺ പൂർണ്ണമായിട്ടില്ല, കാരണം ലേസികളുടെ എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് മടിയുണ്ടെങ്കിലും ഞാൻ അവരുടെ ആത്മാവ് കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരാരും പുറകോട്ടല്ല, അവരെല്ലാം മുന്നോട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതും ഒപ്പം തന്നെ അതാണ് അവരുടെ പരമമായ ലക്ഷ്യം തോന്നുന്നു. അതിന് വെറുതെ അല്ല, പ്രത്യേക കാരണമുണ്ട്. ഇപ്പോൾ പശ്ചിമ ബംഗാൾ, പിന്നെ ആസാമും കൂടെ പൂർണ്ണമായും കയ്യിലായപ്പോൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് കംപ്ലീറ്റ് കയ്യിലായി. സെൻട്രൽ BJPയുടെ കയ്യിലാണ്. ഇനി ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ 78% ഇന്ത്യയുടെ ഭൂഭാഗം ഒന്നുകിൽ കാവി അല്ലെങ്കിൽ കാവിയുമായി ചേർന്നുള്ള മുന്നണികൾ ഭരിക്കുന്നത്. ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ആണെങ്കിലും അവരുമായി ചേർന്ന് ഭരിക്കുന്ന മുന്നണികളാണ്. ഇപ്പോൾ 78% ഭൂഭാഗം ഇന്ത്യയുടേത് ഇന്ന് BJPയുടെ കയ്യിലായി. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ വനിതാ സംവരണവും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പം തീർച്ചയായിട്ടും അത് മോദിക്ക് വലിയ ഹൈ ഹാൻഡ് കിട്ടും. അപ്പോൾ അതിനെ പൊളിക്കുക എന്നുള്ളത് 1/3 സംവരണം പറഞ്ഞതിന് 50% എന്ന് പറയാം. അപ്പോൾ കുറച്ചുകൂടെ വലിയ സ്ലോഗൻ കൊണ്ടുവരിക. സ്ത്രീകൾക്ക് പാർലമെൻറ്റിൽ മാത്രം പോരാ, ക്യാബിനറ്റിലും 50% സംവരണം വേണമെന്ന് പറയാം. നടക്കാത്ത കാര്യങ്ങൾ അങ്ങനെ സംവരണത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് കൊണ്ടുവരിക. ഇവർ വേറൊരു സാധനം ഹിഡൻ വെച്ചിരുന്നതിനെ അത് സപ്രസ് ചെയ്തതാണ്. അതായത് എല്ലാവരും പ്രഗത്ഭന്മാരായിരിക്കണം, മിടുക്കന്മാർക്ക് മാത്രമേ രാജ്യത്ത് സ്ഥാനം പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സംവരണത്തിനെതിരെ ഒരു സ്ലോഗൻ അവരുണ്ടാക്കിയതാണ്. പക്ഷേ ഇപ്പോൾ അത് പൊട്ടിക്കരുത്, പൊട്ടിച്ചാൽ നമ്മുടെ സമരം പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ട് പിന്നോട്ട് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഇത് എപ്പോൾ വേണോ അവർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഉന്നയിക്കുന്ന സംഗതി ഇതായിരിക്കും: സംവരണം ഒരു ഭാഗത്തും പാടില്ല. കാരണം സംവരണമാണ് കഴിവുള്ളവരെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കാത്തത്. അതുകൊണ്ടാണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്യാത്തത് എന്നുള്ളതാണ് അവരുടെ തിയറി. പക്ഷേ ആ തിയറി ഇപ്പോൾ അവർ പറയുന്നില്ല. ആ തിയറി പറഞ്ഞാൽ ഇന്ത്യയിൽ തിരിച്ചടി കിട്ടുമെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അതിപ്പോൾ പറയില്ല, അത് കാലക്രമത്തിലേ പറയുള്ളൂ. ഇങ്ങനെ വളരെ പ്ലാൻഡായിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്ലാനിങ് ഇവിടെ നിന്നല്ല, അത് വിദേശത്തു നിന്നാണ് വരുന്നതെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടറിയാം. ഓക്കെ, കാരണം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ഫയറാണെന്നും ഈ ഗ്യാസ് ലൈൻ പോലെയാണ് ഇതിൻ്റെ സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്നതെന്നും എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, ഇത് ഒരിടത്ത് നല്ലൊരു കണ്ടന്റ് ഇട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. അവർ ശ്രദ്ധിച്ച് നോക്കണം, ആരെയാണ് അവർ മെമ്പറാക്കാൻ പോകുന്നത്. ഒന്ന് അൺഎംപ്ലോയി ആയിരിക്കണം. നമ്മൾ നേരത്തെ കർഷകരുടെ കാര്യം പറഞ്ഞില്ലേ, പട്ടാളത്തിൽ ചേരാൻ പോകുന്നവൻ്റെ കാര്യം പറഞ്ഞില്ലേ, വീര്യം ഉള്ളവരായിരിക്കണം, ഏതെങ്കിലും വിധത്തിൽ ഭ്രാന്തെടുത്ത് നിൽക്കുന്നവനായിരിക്കണം. അതിനാണ് അൺഎംപ്ലോയിഡ് ആയിരിക്കണം. അവനൊരു നിരാശ വലിയ തോതിൽ വരണം. അവന് തൊഴിലില്ലാത്തതുകൊണ്ട് തൻ്റെ ഭാവി അസ്ഥാനത്താണെന്ന് തോന്നണം. രണ്ടാമത്തേത് 11 മണിക്കൂറെങ്കിലും അവൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ
നമുക്ക് 8 മണിക്കൂർ ഉറക്കം, അതെ, ഒരു 4 മണിക്കൂർ നമ്മൾ 3 നേരത്തെ ആഹാരത്തിനും പിന്നെ കുളിയും മറ്റു കാര്യങ്ങൾക്ക് പ്രാഥമിക കർമ്മങ്ങൾക്കും ആയിട്ട് ഒരു 4 മണിക്കൂർ പോകും. അപ്പോൾ 12 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ 1 മണിക്കൂറേ അയാൾക്ക് വേറെ എന്തെങ്കിലും വർക്ക് പാടുള്ളൂ. ബാക്കി സമയം മുഴുവൻ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന അരഭ്രാന്ത് പിടിച്ചവരായിരിക്കണം ഇതിനകത്ത് വരുന്നത്. അതാണ് അവരുടെ ഉദ്ദേശം. വളരെ പ്ലാൻഡ് ആണ്. കാരണം ഒരു സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആയിരിക്കണം അവൻ, വേറൊന്നും അവൻ ചിന്തിക്കരുത്. അതായത് പൊതുജനങ്ങളുമായി സംവേദിക്കുന്ന ഒരാളാവരുത്. സോഷ്യൽ മീഡിയയിൽ കാണുന്നത് മാത്രം വിശ്വസിച്ച് എന്തിനും തയ്യാറാകുന്ന ഒരു ടീമിനെ കിട്ടുമെന്നുള്ളതാണ് ഈ ശ്രമം. അതാണ് ഏറ്റവും നിർണായകമായ കാര്യം. പിന്നെ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം, അവരുടെ വാഗ്ദാനങ്ങളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് BJP എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റുള്ള സാധനങ്ങളാണ്. അതായത് പിന്നെ എങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്ത് അന്തഃഛിദ്രം ഉണ്ടാക്കാമോ അതിന് പറ്റിയ സാധനങ്ങളെല്ലാം അവർ വാഗ്ദാനങ്ങളായിട്ട് പറഞ്ഞു. എന്നിട്ട് പിന്നെ ജനങ്ങളെ പിന്നെ ഈ മടിയന്മാരെ തൊഴിലില്ലാത്തവരെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഹൈ എഡ്യൂക്കേഷൻ, അത് ലോകത്തെ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം വേണം, ലോകത്തെ ഏറ്റവും നല്ല ലാബോറട്ടറി വേണം, ഏറ്റവും നല്ല ലൈബ്രറി വേണം, ഏറ്റവും നല്ല ഹെൽത്ത് സെൻറ്റർ വേണം, ഏറ്റവും നല്ല ഹോസ്പിറ്റൽ വേണം, ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികൾ വേണം എല്ലാ ജില്ലകളിലും. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പിന്നെ ഇന്ത്യ സ്വർഗമാക്കുന്ന പരിപാടിയാണ്. മോസ്റ്റ് മോഡേൺ ഡെവലപ്മെൻറ്റ് ഇന്ത്യ മുഴുവൻ വേണം. സയൻറ്റിഫിക് ആയിട്ടുള്ള അപ്രോച്ച് വേണം. R&Dക്ക് നമ്മൾ ടാക്സിൻ്റെ 5 മുതൽ 10% വരെ R&Dക്ക് വേണ്ടി മുടക്കണം, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന്. ഈ വക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഇവിടെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ചെയ്യാത്ത കാര്യങ്ങളല്ല. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പല രംഗങ്ങളിലും നടക്കുന്നതുകൊണ്ടാണ് ഇന്ത്യയുടെ സൈനികമായ ഉന്നതിയും ശാസ്ത്ര രംഗത്തുള്ള ഉന്നതി. ഇന്നിപ്പോൾ അഗ്നി 1 ഷോട്ട് മിസൈൽ പരീക്ഷിക്കുകയാണ്. അതായത് ലഘുദൂരത്തേക്ക് അണവായുധം പ്രയോഗിക്കേണ്ടി വന്നാൽ പാകിസ്ഥാൻ ഇപ്പോൾ വളരെ പിന്നെ ശക്തമായി നിൽക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? ആണവായുധമാണ്. അതിനെ സൗദി അറേബ്യ വിളിക്കാൻ കാര്യം എന്താ? ആണവായുധമാണ്. അപ്പോൾ ആ ആണവായുധം ഇന്ത്യക്കും വേണ്ടി വന്നാൽ ഷോർട്ട് ഡിസ്റ്റൻസിലേക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന സാധനം ഇന്ന് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. R&D എവിടെയാണ് മോശം? R&D ഏത് രംഗത്താണ് ഇല്ലാത്തത്? എല്ലായിടത്തും ഉണ്ട്. എല്ലാ രംഗത്തും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു പുകമുറ ആക്കിക്കൊണ്ട് ഇവിടെ GDP ഏറ്റവും ഉന്നതയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനേക്കാൾ അപ്പുറം കൊണ്ടുവരാൻ ആർക്ക് കഴിയുമെന്നാണ് പറയുന്നത് ഇന്ത്യയിൽ? അങ്ങനെ കഴിയുന്ന ഒരു ഇത് വേണ്ടേ? മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഇന്ത്യ മുന്നണി തകർന്നിരിക്കുകയാണ്. പിന്നെ DMK അതിൽ നിന്ന് പിന്മാറി. TMCക്ക് മമതയുടെ പാർട്ടിക്ക് ശക്തി ഇല്ലാതായി. പിന്നെ കോൺഗ്രസ് ഇതിൽ നിന്ന് പതുക്കെ വലിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ വേറെ ഒരു പ്രസ്ഥാനം ഇവിടെ വരണം, ഒരു മൂവ്മെൻറ്റ് വരണം. ആ ഇന്ത്യയെ ശിഥിലമാക്കുന്ന ഒരു മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് വന്നേ പറ്റുള്ളൂ. അതാണ് ഈ പ്രധാന നീക്കത്തിന് മുഴുവൻ കാരണം. ഇതിന് വേറെ ഉദ്ദേശമൊന്നുമില്ല. അമേരിക്കയുടെ കയ്യിൽ നിൽക്കുന്ന ഒരു പാവയായിട്ട് പാകിസ്ഥാനെ പോലെ ഇന്ത്യ ആക്ട് ചെയ്യണം. അതാണ് അവർക്ക്. പാകിസ്ഥാനെ വേണ്ട. പിന്നെ ഇപ്പോൾ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പാകിസ്ഥാൻ. ഇന്ത്യയാണ് അവർക്ക് വേണ്ടത്. കാരണം ചൈനയോട് വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രം ഇന്ത്യയുള്ളതെന്ന് അവർക്കറിയാം. വേണ്ടി വന്നാൽ നാളെ റഷ്യയുമായിട്ടും ഒരു പോരുണ്ടാക്കണമെങ്കിൽ ഇന്ത്യ ഒരു ബേസായിട്ട് കിട്ടണം അവർക്ക്. ലോകത്തിൻ്റെ കൺട്രോൾ അമേരിക്കയിൽ നിന്ന് പോയി അത് തിരിച്ചു പിടിക്കണം. ഇപ്പം GCC രാഷ്ട്രങ്ങൾ നിങ്ങൾ നോക്കൂ, എന്ത് പുരോഗതിയിൽ നിന്ന രാഷ്ട്രങ്ങളാണ്. ശിഥിലമായില്ലേ, തമ്മിലടിച്ച് പൊളിച്ചില്ലേ, പപ്പടം വാങ്ങി കൊടുത്തില്ലേ. ഇനി അവർ ഡെവലപ്പ് ചെയ്ത് വരാൻ എത്ര നാളെടുക്കും? ഇപ്പോൾ ഇറാൻ മാത്രമല്ല തകർന്നത്, GCC രാഷ്ട്രങ്ങൾ മുഴുവൻ ഒരു സ്ലോ ഡൗണിലേക്ക് പോയില്ലേ? ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും അവർക്ക് ഇനി പുരോഗതിയിലേക്ക് വരാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ അവരുടെ പ്രോസസ്സ് മുഴുവൻ താഴോട്ടാക്കി, അവരെ കൺഫ്യൂഷനിലാക്കി, പരസ്പരം വിശ്വാസമില്ലാത്തവരാക്കി. ഇതാണ് അമേരിക്ക ഉദ്ദേശിക്കുന്ന ഓരോ കാലത്തെയും പ്രവർത്തനങ്ങൾ. അണുവായുധം നിർത്തലാക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ഇറാനിൽ പോയിട്ട് അവിടെ എന്ത് നടന്നു? ഇപ്പോഴും ഇറാൻ കൈവച്ചിരിക്കുക. അവരെ തൊടാൻ പറ്റിയിട്ടില്ല അതൊന്നും. അപ്പോൾ ഉദ്ദേശം അതൊന്നും മാത്രമല്ല, മറ്റു പലതാണ്. ഈ കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്നത് ഏതാണ്ട് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അവരുടെ കയ്യിൽ പല കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ വിജയ് അവിടെ വന്നപ്പോൾ DMK വന്നതിനേക്കാൾ സാധ്യതകൾ അവിടെ വന്നിരിക്കുകയാണ്. കേരളത്തിൽ ഭരണം മാറി, ആന്ധ്ര ഒഴിച്ച് ബാക്കി ഭാഗങ്ങൾ മുഴുവൻ അങ്ങനെ നിൽക്കുന്നു. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം, കർണാടക എപ്പോൾ വേണോ മാറിപ്പോവാം, തെലങ്കാനയും BJPക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പം വെറും ജാതിയോ മതമോ മാത്രം പോരാ, അതിനേക്കാൾ ഡീപ്പായിട്ട് പോകുന്ന എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗമാണ്. അതാണ് മതേതരമായ ഒരു പ്രസ്ഥാനമായിട്ട് ജൻസികൾ വരണം. പല സ്ഥലത്തും എനിക്ക് തോന്നി BJP അധികാരത്തിലിരിക്കുമ്പോൾ അവരെ
ഇവരുടെ ഇംഗിതത്തിനൊത്ത് കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. അതാണോ കാരണം? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന യുദ്ധത്തിൻ്റെ പൂർണ്ണമായ അവസാനിപ്പിക്കലിൻ്റെ മുൻകൈ എടുത്തത് ട്രംപാണ്. അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടാൻ അർഹതയുണ്ട് എന്ന് ഇന്ത്യ പറഞ്ഞാൽ മതിയായിരുന്നു. ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ട്രംപും മോദിയും പണ്ടത്തെ പോലെ കെട്ടിപ്പിടിക്കുകയും ന്യൂയോർക്കിൽ വലിയ ഷോ നടത്തുകയൊക്കെ ചെയ്തേനെ. എങ്കിൽ അസീം മുനീറിനൊന്നും ഒരു റോളും വരില്ല. അസീം മുനീറാണ് ഇപ്പോൾ രാജാവ്. അസീം മുനീറാണ് ഇറാനിലേക്ക് പോകുന്നത്. ഇന്ത്യ പോയേനെ. അതായത് അമേരിക്കയുടെ ആശ്രിത രാജ്യം പോലെ നിൽക്കണം എന്ന് പൂർണ്ണമായും പാകിസ്ഥാനെ പോലെ ഇന്ത്യ നിൽക്കണം. അവർ കഴിഞ്ഞ ഇറാൻ വാറിൽ അവരവിടെ ബേസ് ഇറങ്ങിയെന്നാണ് ഇപ്പോൾ പറയുന്നത്. പല US ഫ്ലൈറ്റുകളും അവിടെ ഇറങ്ങി റീഫ്യൂവലിങ്ങും മറ്റു കാര്യങ്ങളും നടത്തിയാണ് അവർ പോയിട്ടുള്ളത്. അപ്പോൾ ഇറാനിതറിയാം. ഇറാന് അറിയാം പാകിസ്ഥാൻ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാനെ അവർ പൂർണ്ണമായിട്ടും തഴയാത്തതും. കാരണം ഇവൻ തൊട്ടടുത്ത് കിടക്കുകയാണ്. കരയിൽ കൂടെയുള്ള ആക്രമണം ഉണ്ടാകുന്നെങ്കിൽ അത് പാകിസ്ഥാനിൽ നിന്നാണ് വരിക എന്ന് ഇറാന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് മധ്യസ്ഥതയിൽ അവൻ വന്നിട്ടും അവനെ ഓടിക്കുമെന്ന് പറയാത്തത്. കാരണം ഇവൻ സൗദിക്ക് ആണവായുധം കൊടുക്കാൻ വരെ തയ്യാറായി നിൽക്കുന്ന രാഷ്ട്രമാണ്. ഇറാന് ശരിക്കും പറഞ്ഞാൽ വലിയ ശത്രുതയുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പക്ഷേ പാകിസ്ഥാനോട് ശത്രുവും അല്ല മിത്രവും അല്ലാത്ത രീതിയിൽ അവർ നിൽക്കാൻ ബാധ്യസ്ഥരായി പോയി. അതെ, അവരുടെ ഒരു സാഹചര്യം. ഇത്തരം സ്ട്രാറ്റജികളാണ് അവർ നോക്കുന്നത്. ഇപ്പോൾ ചൈനയെ പൂട്ടാനായിട്ട് പല കാര്യങ്ങളും അവർ നോക്കി. ചൈന പിടികൊടുത്തില്ല. ഇപ്പോൾ ട്രംപ് അവിടെ ചെന്നിട്ട് പോലും ചൈന പിടികൊടുക്കുന്നില്ല. അപ്പോൾ ചൈനയെ പൂട്ടാൻ പിന്നെ ഇന്ത്യയെ പറ്റുള്ളൂ. US സെക്രട്ടറി ഇവിടെ എത്തിരിക്കുകയാണ്. മാർക്കോ റൂബിയോ വന്നിരിക്കുന്നു. അതെ, സ്റ്റേറ്റ് സെക്രട്ടറി വന്നിരിക്കുന്നു. അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ടുള്ള നീക്കമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ പല കോണുകളിൽ നിന്നും ഇന്ത്യക്ക് മേൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം, പാശ്ചാത്യ ശക്തികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി നേഷൻ ഫസ്റ്റ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു. നമുക്ക് നമ്മുടേതായ കുറേയേറെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. പ്രതിരോധ രംഗത്ത് കുറേ കൂടി മെച്ചപ്പെട്ട നീക്കങ്ങൾ നടത്താൻ സാധിക്കുന്നു. യൂറോപ്പുമായിട്ട് വലിയ ബന്ധങ്ങൾ സ്ഥാപിച്ചു. യൂറോപ്യൻ യൂണിയനുമായിട്ട് ട്രേഡ്, ബ്രിട്ടനുമായിട്ട് ട്രേഡ്. ഇപ്പോൾ യൂറോപ്യൻ 4 രാഷ്ട്രങ്ങളിൽ, ഇപ്പം UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിൽ ഇപ്പോൾ നരേന്ദ്രമോദി പോയത്, അവിടെ ഉണ്ടാക്കിയ ഊഷ്മളമായ ബന്ധങ്ങൾ, അതുവഴി ഉണ്ടാക്കുന്ന ഡിഫൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ ചില ഡിഫൻസ്, അതുപോലെ തന്നെ IT ഈ രംഗങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന പല മേൽക്കോയ്മകൾ, ഇതെല്ലാം അമേരിക്കയ്ക്ക് വളരെ പ്രശ്നമുണ്ടാക്കുന്നതാണ്. അതാണിപ്പോൾ പെട്ടെന്നുള്ള ഈ സന്ദർശനത്തിന് പിന്നിലുള്ള. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് ഈ കോക്രോച്ച് പാർട്ടി വരുന്നത്. ഇതാണ് നമുക്ക് ഇപ്പോഴത്തെ വർത്തമാനകാലത്ത് പറയാൻ സാധിക്കുന്നത്. ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കോക്രോച്ച് പാർട്ടികൾ ഇത് പല രൂപത്തിലാണ് വരിക. യുവാക്കൾ സുപ്രഭാതത്തിൽ പൊങ്ങി വരുന്നു, യുവാക്കളെ സ്വാധീനിക്കാൻ പറ്റുന്ന ആശയങ്ങളുമായി വരുന്നു. അപ്പോൾ അതിനകത്ത് യുവാക്കൾക്ക് എപ്പോഴും ഒരു അൺഎംപ്ലോയ്മെൻറ്റ്, അതുപോലെ തന്നെ ഈ ചെറുപ്പകാലത്ത് അവർക്ക് പഠനം കഴിഞ്ഞിറങ്ങുമ്പോഴേ പെട്ടെന്ന് ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ജോലി മറ്റു കാര്യങ്ങളും കിട്ടിയില്ലെങ്കിൽ വളരെയധികം വിഷമമാണ് ഉണ്ടാകുക. ശുഭിത യൗവനം എന്നൊക്കെ. ശുഭിത യൗവനം, അതൊരു 30 വയസ്സ് വരെ യൗവനത്തിലേക്ക് അവരെ കടത്തിവിടും. അപ്പോൾ അവർക്ക് അരക്ഷിതാവസ്ഥ വന്നാൽ അവർ ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്ന ഒരു സ്റ്റേജ് വരും. ആ സ്റ്റേജിലാണ് അവർക്ക് പുതിയ മാർഗങ്ങൾ കിട്ടുക, അതിലേക്ക് പോകാനായിട്ടുള്ള പ്രേരണ വരിക. ഇപ്പം നമുക്ക് അറിയാം പ്രധാനമായി എങ്ങനെയാണ് കമ്മ്യൂണിസം പടർന്നതെന്നുള്ളത്. കമ്മ്യൂണിസം അന്ന് ഒരു പാറ്റാ പാർട്ടിയെ പോലെ വന്നതാണ്. ആദ്യം റഷ്യയിൽ ഇത് പരീക്ഷണമായിട്ട് നടത്തി. അപ്പോൾ USSR എന്ന് പറയുന്ന സാമ്രാജ്യം ഒരു ഉഗ്രൻ സാമ്രാജ്യമാണ്. അവിടെ ആർക്കും തൊഴിൽ കിട്ടാത്ത സാഹചര്യമില്ല. എല്ലാവർക്കും പാർപ്പിടം, എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും ഹെൽത്ത് കെയർ, എല്ലാവരെയും തുല്യരായിട്ട് കാണുന്നു. പഠിച്ചതിൻ്റെ ജോലി, പഠിച്ചില്ലെങ്കിൽ പഠിക്കാത്തതിൻ്റെ ജോലി, ഏത് ജോലി ചെയ്താലും അതിനകത്ത് വേറെ ഡിഫറൻസ് ഒന്നുമില്ല. നമുക്കൊരു ബാധ്യതയില്ല. നമുക്ക് ഇഷ്ടമുള്ള ആളെ പ്രേമിക്കാം, കല്യാണം കഴിക്കാം, കുട്ടികളുണ്ടാവാം, കുട്ടികളെ സർക്കാരിന് കൊടുത്താൽ മതി, നമ്മൾ നോക്കണ്ട. എന്തൊരു മനോഹരമായ സ്വർഗം. ഇതായിരുന്നു ധാരണ. ഇതനുസരിച്ച് ഓരോ സ്ഥലങ്ങളിലേക്ക് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ചൈനയിൽ വന്നു, പിന്നെ യുഗോസ്ലാവേക്യ, ചെക്കോസ്ലാവേക്യ, പോളണ്ട്, ഇങ്ങനെ അങ്ങോട്ട് യൂറോപ്പിൽ ഏതാണ്ട് പശ്ചിമ യൂറോപ്പ് മുഴുവൻ, ഈവൻ ജർമ്മനി വരെ, നല്ല ഒന്നാം തരം രാഷ്ട്രമായിട്ട് ശക്തമായി നിന്ന ജർമ്മനിയിലെ കിഴക്കൻ ഭാഗം മുഴുവൻ പോയില്ലേ. എന്നിട്ടും വെസ്റ്റ് ജർമ്മനി വളരെ പുരോഗതി പ്രാപിച്ചതാണ്. അവസാനം ഇതെല്ലാം കൂടെ ഒരു ദിവസം ആദ്യം റഷ്യയിൽ ഗ്ലാസ്നോസും പെരിസ്ട്രോയിക്കയായിട്ട് വന്നിട്ട് അത് പൊളിഞ്ഞു. കാരണം ഇത് ഒരു തലമുറയെ മുഴുവൻ നശിപ്പിച്ച് കഴിഞ്ഞപ്പം ഈ സംഗതി ഫെയിലാണെന്ന് മനസ്സിലായി അല്ലേ. ചൗഷാസ്കുവിൻ്റെയൊക്കെ കാര്യം അറിയാമല്ലോ. നമ്മൾ അത് വെച്ച് നോക്കുമ്പോൾ പിണറായി വിജയനൊന്നും ഒന്നുമല്ല. പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ ചെയ്തത് ലിഫ്റ്റും
അങ്ങോട്ട് കയറാനുള്ള ലിഫ്റ്റും സ്വിമ്മിംഗ് പൂളും പരിഷ്കരിച്ച സ്വിമ്മിംഗ് പൂളും അല്ലെങ്കിൽ പശുത്തൊഴുത്തും ഒക്കെയാണെന്ന് പറയാം. ചൗഷാസ്കു ഖജനാവിൽ നിന്ന് സ്വർണ്ണ സ്വിമ്മിംഗ് പൂൾ ക്ലോസറ്റാണ് ഉണ്ടാക്കിയത്. നേരത്തെ ഉണ്ടായിരുന്നു, അതിന് മോഡേണൈസ് ചെയ്തു. പിന്നെ അപ്പോൾ ഇതുപോലെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം വളരെ മാന്യനാണ്. ചൗഷാസ്കു ഖജനാവിൽ നിന്ന് പണം എടുത്ത് സ്വർണ്ണ ക്ലോസറ്റ് ഉണ്ടാക്കി, അതിലാണ് മലമൂത്ര വിസർജനം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കമ്മ്യൂണിസ്റ്റ് എവിടെയൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അവിടെ ഒരു ഗ്രൂപ്പിന് മാത്രമാണ് ഇതിൻ്റെ ഗുണമെന്നുള്ളത് ലോകം തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് റഷ്യയിൽ ആദ്യം താഴെ വീണു. ചൈന ഇത് മനസ്സിലാക്കിക്കൊണ്ട് അവർ അത് സംഗതി മാറ്റി. കൊടി മാത്രമേ ഇപ്പം ചുവന്നതുള്ളൂ, ബാക്കി മുഴുവൻ വേറെ രീതിയിലേക്ക് മാറ്റി. പിന്നെ ഒരു മാനേജ്മെൻറ്റ് ടെക്നോളജിയും കമ്പനി ഫോർമേഷനും ഒക്കെ ആയിട്ട് അവർ ഒരു മൾട്ടിനാഷണൽ കമ്പനി സ്ഥാപനമായിട്ട് ഒരു രാജ്യമായിട്ട് മാറി. അതിൻ്റെ പുരോഗതി അവർക്കുണ്ടായിട്ടുമുണ്ട്. അപ്പോൾ ഇത് മാറാത്തതെന്ന് പറഞ്ഞാൽ നോർത്ത് കൊറിയ മാത്രമേ ഉള്ളൂ. അവിടെ ചൈനയിൽ പക്ഷേ ഇപ്പോഴും ഒരു ഏകാധിപത്യ ശൈലി ഏകാധിപത്യം പൂർണ്ണമായിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ അതിനനുസരിച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പം 10 മണിക്കൂർ ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ 10 മണിക്കൂർ, 12 മണിക്കൂർ ജോലി ചെയ്യണമെന്ന് 12 മണിക്കൂറും ജോലി ചെയ്യും അവിടെ. ഇന്ത്യയിൽ അത് പറ്റില്ല. ഇപ്പം നമ്മളെ എക്കോണമി ടൈറ്റനായി. മോദി പറഞ്ഞു നമ്മൾ മുണ്ട് മുറുകി കെട്ടണമെന്ന്. ആര് മുറുകി കെട്ടും? ഇന്ത്യയിൽ ആരും മുറുകി കെട്ടില്ല. പക്ഷേ ചൈനയിൽ അവരതിനനുസരിച്ച് കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. സ്ട്രിക്റ്റായിട്ട് എനർജി യൂസ് ചെയ്യുന്നതിൽ ചില റെസ്ട്രിക്ഷൻസ് വരുത്തിയതൊക്കെ അവിടെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ നടക്കാൻ സമ്മതിക്കില്ല. അവിടെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ചോദ്യം ചെയ്താൽ തിയാൻമെൻ സ്ക്വയർ ആണ് അനുഭവം. അവർക്ക് മുമ്പിൽ അതുണ്ട്. മനസ്സിലായില്ലേ? 51 വെട്ടിയ അനുഭവം തിയാൻമെൻ സ്ക്വയറിലുണ്ട്. ആ അനുഭവം അവരുടെ മനസ്സിൽ കിടക്കുമ്പോൾ അവരാരും നേരിൽ വന്ന് കാരണഭൂത ഇതെന്താ ചെയ്തതെന്ന് ചോദിക്കില്ല. ഓക്കെ, അതാണ് എൻ്റെ കാര്യം. ഓക്കെ, അല്ല അപ്പോൾ അങ്ങനെ ഒരു ആ രീതിയിലാണ്, അതായത് ഈ കോക്രോച്ച് പാർട്ടി വന്നതുപോലെയാണ് കമ്മ്യൂണിസം വന്നതെന്നാണോ അങ്ങ് പറയുന്നത്? അത് കുറച്ചുകൂടെ സ്ലോ ആയിരുന്നു. കാരണം വെച്ചാൽ അതിനകത്ത് അന്ന് സോഷ്യൽ മീഡിയ ഇല്ല. ഇതുപോലെ ടപ്പെന്ന് പക്ഷെ അന്നത് ആവശ്യമായിരുന്നില്ലേ? അന്നത്തെ ആവശ്യം അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗം, അല്ല, അതാണ് ആ സംഗതിയെ ഭംഗിയായിട്ട് യൂസ് ചെയ്തു. റവല്യൂഷൻ പിന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം ഉണ്ടായ അരിഷ്ടിതാവസ്ഥയെ പൂർണ്ണമായും യൂസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ സിദ്ധാന്തം കൊണ്ടുവരികയാണ്. അതിൽ പറയുന്ന ഇതാണ്: 2 വിഭാഗങ്ങളേ ഉള്ളൂ, പണക്കാരനും പാവപ്പെട്ടവനും. പണക്കാരനെ ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മളെല്ലാം പിന്നെ കമ്മ്യൂണിസം ഇവിടെ വേരോടിയ സമയത്തെ സാഹചര്യവും ഇപ്പോഴത്തെ സാഹചര്യം തമ്മിൽ വളരെ അജഗജ അന്തരം ഉണ്ടല്ലോ. എല്ലാ കാലത്തും ഈ അജഗജ അന്തരം ഉണ്ട്. ഇനി കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ജൻസിയെ കുറിച്ചും ഇങ്ങനെ ആയിരിക്കും പറയുന്നത്. അന്ന് ഈ സാഹചര്യം എല്ലാം മാറും. വേറെ ചില സാഹചര്യങ്ങളായിരിക്കും. അന്ന് ഇതുപോലത്തെ ചില മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ പറയും അന്ന് ജൻസികൾ വന്നത് ഇന്ത്യയിൽ പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടായിരുന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഇത്രയും വരാത്തതുകൊണ്ടാണെന്ന് നമ്മൾ പറയും. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിൽ കമ്മ്യൂണിസം വന്നില്ല. എവിടെ കമ്മ്യൂണിസം വന്നു? ഇന്ത്യയിൽ ഇലക്ഷനിലൂടെ ചെറിയ ഈ കൊടി വന്നെന്നല്ലാതെ ഇന്ത്യയിൽ കമ്മ്യൂണിസം വന്നില്ലല്ലോ. കമ്മ്യൂണിസം വന്ന രാഷ്ട്രങ്ങളുടെ കാര്യം നിങ്ങൾ എടുത്ത് നോക്ക്. അവിടെ എല്ലാം തകർച്ചയല്ലേ ഉണ്ടായത്? ഏത് രാജ്യം രക്ഷപ്പെട്ടെ? അവർ ഒരു തലമുറ നശിച്ചു കഴിഞ്ഞപ്പോൾ അവർ പ്ലാൻ മാറ്റി. ഇപ്പം അവിടെയും ഇല്ല, ഇവിടെയും ഇല്ല. ഇതാണ് ഒരു സിസ്റ്റം നമ്മൾ മൊത്തം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് തകർത്തിട്ട് വേറൊന്നുണ്ടാക്കാൻ വലിയ പാടാണ് ഇന്നത്തെ കാലത്ത്. അതാണിപ്പോൾ റഷ്യ അനുഭവിക്കുന്ന പ്രശ്നം. പഴയ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളെല്ലാം അനുഭവിക്കുന്ന പ്രശ്നം. അവരിനി തിരിച്ചു പോകണമെന്ന് ആലോചിക്കുന്നുണ്ട്. തിരിച്ചു പോയാൽ ഇതിലും ഭേദമാകുമോ? പണ്ടത്തേതായിരുന്നു കുറച്ചുകൂടെ ഭേദമെന്ന് വിചാരിക്കുന്ന ചില രാഷ്ട്രങ്ങളുണ്ട്. കാരണം അവിടെയും എത്തിയില്ല, ഇവിടെ എത്തിയില്ല. ഓക്കെ, അമേരിക്കയും ആയില്ല, റഷ്യയും ആയില്ല. ആ രീതിയിൽ നിൽക്കുമ്പോൾ അവർക്ക് വീണ്ടും റീതിങ്കിങ്. ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഈ ജൻസിയിലും ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഈ പാറ്റ പാർട്ടി പാകിസ്ഥാനിലേക്കൊക്കെ തന്നെ വലിയ രീതിയിൽ അവിടെയും ട്രെൻഡിങ് ആവുന്നതാണ് കേൾക്കുന്നത്. പാകിസ്ഥാനിലും ട്രെൻഡിങ് ആവുന്നത്. ഇതിൽ 49% പാകിസ്ഥാനികളാണെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ 1.5 കോടി അല്ലെങ്കിൽ 2 കോടിയോളം ഇപ്പോൾ എത്തി എന്ന് പറയുന്നത്. അതിൽ 9% ഇന്ത്യക്കാരുള്ളൂ എന്നാണ് ഇന്ത്യ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കിട്ടിയ റിപ്പോർട്ട്. പക്ഷെ അതൊരു സ്ഥിരീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അല്ല, അത് അവർ തിരിച്ചും പറയുന്നുണ്ട് 110% ഞങ്ങളാണെന്ന്. എന്നുവെച്ചാൽ അവർ തിരിച്ചടിക്കുന്നതാണ്. മനസ്സിലല്ലേ? നിങ്ങളിങ്ങനെ 9% എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 99%, 110% പറയും. ഇതിനൊന്നും കണക്കില്ലല്ലോ. പക്ഷെ ഇത് ട്വിറ്ററിൽ നിന്ന് കിട്ടിയ കണക്കുകളാണ് അവർ പറയുന്നതെന്നാണ് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ്. അതെ. അപ്പം ഇതിലൊന്നും വ്യക്തതയില്ല. ഈ നിലവിലെ രാഷ്ട്രീയ പാർട്ടികളുടെ മൂല്യച്യുതിയല്ലേ ഇത്തരത്തിലുള്ള മൂവ്മെന്റുകൾക്ക് വളമാകുന്നത്? എപ്പോഴും അങ്ങനെയാണല്ലോ. എപ്പോഴും നമുക്കൊരു ഭരണത്തിൽ അതൃപ്തി വരും. ഇപ്പോൾ ഒരു കാലം കഴിയുമ്പം മോദിയെ നമുക്ക് പോരാൻ തോന്നും. അത് സ്വാഭാവികമാണ്. ഒരേ മുഖം, ഒരേ ശൈലി കാണുമ്പോൾ ഇതിനേക്കാൾ വേറെ ഒരുത്തൻ നല്ല ഡയലോഗ് പറയുമ്പോൾ അതിലോട്ട് പോകാൻ തോന്നും. ഇത് വളരെ സ്വാഭാവികമാണ്. അതിനാണ് എപ്പോഴും ഈ മോദി ഇടയ്ക്കിടയ്ക്ക് പ്ലാൻ മാറ്റുന്നുണ്ടല്ലേ. പുതിയ പുതിയ സാധനങ്ങൾ കൊണ്ടിട്ടുകൊണ്ട് ജനങ്ങളെ കുറെ കൂടെ വശീകരിക്കാൻ പറ്റുന്ന ഒന്ന് കഴിയുമ്പോൾ മറ്റൊരു പോളിസി, ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവന്നിരിക്കും. ആർട്ടിക്കിൾ 370 കഴിഞ്ഞാൽ വേറൊന്ന് കൊണ്ടുവരും.
ഇങ്ങനെ കൊച്ചു കൊച്ചു മാറ്റങ്ങൾ രാജ്യത്ത് കൊണ്ടുവന്നുകൊണ്ട് കുറേ നാൾ പിടിച്ച് നിൽക്കാൻ നോക്കും. അത് കഴിയുമ്പം തിരിച്ചും വരും. ഇപ്പോൾ ഇന്ദിരാഗാന്ധി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇന്ത്യയിൽ ഒരു മാറ്റം ഉണ്ടാവില്ലെന്നല്ലേ നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഇന്ദിരാഗാന്ധി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പുറത്തു പോയില്ലേ. അപ്പോൾ ഇത് അവർ പോലും പ്രതീക്ഷിച്ചില്ല. ഞാൻ 100% ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രതീക്ഷിച്ചിരുന്ന പോലെയാണ്. ഇലക്ഷൻ വന്നപ്പോൾ പൊട്ടി തരിപ്പണമായിപ്പോയി. കാരണം സ്തുതിപാഠകരെല്ലാം പറഞ്ഞു, മാഡത്തിനെ കഴിഞ്ഞൊരാളുണ്ടോ ഇന്ത്യയിൽ, മാഡം ഇലക്ഷൻ നടത്തിയാൽ ഇപ്പോൾ ജയിക്കും. അവിടെയും നോർത്ത് ഇന്ത്യയിലെ ഒറ്റ സ്റ്റേറ്റ് പോലും കിട്ടിയില്ല. കേരളവും ആന്ധ്രയൊക്കെയാണെന്ന് അല്പം കിട്ടിയത് മെച്ചപ്പെട്ടത്. ബാക്കിയെല്ലാം പോവുകയല്ലേ ഇത്. ഇതേപോലത്തെ അവസ്ഥ ഏത് പാർട്ടിക്കും വരാം. പക്ഷേ ആ അവസ്ഥ വരുമ്പോൾ നമ്മൾ കെയോസിലേക്ക് പോകരുത്. ഇപ്പം ഇന്ദിരാഗാന്ധിയെ നമ്മൾ അവസാനം തിരിച്ചു കൊണ്ടേണ്ടി വന്നു. മറ്റേ കൂട്ടുമുന്നണി ജനതാ പാർട്ടിയെ കൊണ്ടുവന്നപ്പോൾ ചന്നാൻ ഭിന്നമായിപ്പോയി. ജനതാ പാർട്ടിയുടെ പരീക്ഷണം ശരിയല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ പരീക്ഷണവും വന്നാൽ ഉണ്ടാകാൻ പോകുന്നത്. ഇതിനേക്കാൾ പ്രഗത്ഭരായുള്ളവരെ, മൊറാർജി ദേശായെ പോലുള്ളവർ, ജഗ്ജീവൻ റാമിനെ പോലുള്ളവർ, ചരൺ സിംഗിനെ പോലുള്ളവർ, ചന്ദ്രശേഖരെ പോലുള്ളവർ, പിന്നെ ദേവഗൌഡയെ പോലുള്ളവർ, EMSനെ പോലുള്ളവർ, ജ്യോതിബാസുവിനെ പോലുള്ളവർ, വാജ്പേയിയെ പോലുള്ളവർ, അദ്വാനിയെ പോലുള്ളവർ ചേർന്നുണ്ടാക്കിയതാണ് ജനതാ പാർട്ടി. എവിടെയായി? 2 വർഷം കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധിയെ നമ്മൾ തിരിച്ചു വിളിച്ചില്ലേ? അതാണ് അതിൻ്റെ കാര്യം. ഇത് ചിലപ്പം നമ്മൾ ഈ തരികട കാണിച്ചിട്ട് പിന്നെ തിരിച്ചു വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്നും വരണമെന്നില്ല. ഇന്ദിരാഗാന്ധിയെ അന്ന് തിരിച്ചു വിളിച്ചപ്പോൾ തിരിച്ച് നമുക്ക് കിട്ടി. പക്ഷേ ഇനി അങ്ങനെ ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ ഇതെല്ലാം വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മറ്റവർക്ക് ഇതൊന്നും ഉദ്ദേശമില്ല, കയോസാക്കുക, അടിച്ച് പൊളിക്കുക. പിന്നെ ഇവിടെ എങ്ങനെയാണ് നടന്നോട്ടെ. തിരിച്ചു വന്നാൽ ഒന്നും വന്നില്ലെങ്കിൽ വന്നില്ല. പക്ഷെ അതത്ര എളുപ്പമല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നിലനിൽക്കാൻ പറ്റില്ല. അതാണ് ആം ആദ്മി പാർട്ടിക്ക് പറ്റിയത്. അത് തന്നെയാണ് ഇന്ത്യ മുന്നണിക്കും പറ്റിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് നാഷൻ വൈഡ് ഒരു നെറ്റ്വർക്ക് ഇല്ല. നാഷൻ വൈഡ് നെറ്റ്വർക്ക് ഇല്ലാത്ത ഒരു പാർട്ടിക്കും ഇന്ത്യയിൽ ഒരു ഇലക്ഷൻ നടത്തി ജയിക്കാൻ പറ്റില്ല. ഓൺലൈനിലൂടെ ഇലക്ഷൻ നടത്തി ഇന്ത്യയിൽ ജയിക്കാൻ പറ്റില്ല. പിന്നെ ജൻസികളിൽ ഒരു വിഭാഗത്തിനെ അതൃപ്തിയിലാക്കാം. ഇപ്പോൾ ഈ സമരങ്ങൾക്കൊക്കെ ഇറങ്ങുന്നവരെ പിടിച്ച് ജയിലിലിടുവോ ഒക്കെ ചെയ്യുമ്പോൾ കുറേ അതിർത്തി വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ അതിർത്തി വരുന്ന കുറേ വിഭാഗത്തിൻ്റെ വോട്ട് ആർക്കായിരിക്കും എതിരാകുക? ഇപ്പോൾ അറസ്റ്റ് ചെയ്താൽ നരേന്ദ്രമോദിക്ക് ഇയാളാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിക്ക് എതിരാകും, ഭരിക്കുന്ന BJPക്ക് എതിരാകും. അപ്പോൾ അത്രയും കുറേ വോട്ടുകളെങ്കിലും ഇങ്ങോട്ട് മാറട്ടെ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രശ്നം. 850 സീറ്റിലായിരിക്കും ഇനി പിന്നെ ലോക്സഭയിലേക്ക് ഇലക്ഷൻ വരാൻ പോണത് ഭാവിയിൽ. ആ 850 സീറ്റിലേക്ക് വന്നാൽ നോർത്ത് ഇന്ത്യയിലെ പ്രധാന സീറ്റുകളിലേക്കെല്ലാം BJPക്ക് അപ്പർ ഹാൻഡ് കിട്ടും. അപ്പോൾ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്ക് സ്ഥാനമില്ലാതാവും. അതാണ് അവരിതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം ശശി തരൂർ അടക്കം പറയുന്നത് യുവാക്കളുടെ കാര്യം മാത്രം നോക്കിയൊന്നുമല്ല. അവർ വളരെ പിന്നെ ആയിട്ടുള്ള ചില കൺസെപ്റ്റുകൾ വെച്ചുകൊണ്ടാണ് ഇതിനെ കാണുന്നത്. ഇപ്പം മാവോ മൈത്രയൊക്കെ ചേർന്നത് എന്തുകൊണ്ടാണ്? TMC പൊളിഞ്ഞു. ഇനി അവിടെ നിൽക്കാൻ അത്തരം പരിപാടി വെച്ച് പറ്റില്ല, മറ്റ് പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അതിൻ്റെ ഒരു നീക്കമാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ പലരും ഇതിനെ മനസ്സുകൊണ്ട് സന്തോഷിക്കും. പക്ഷേ വരാൻ പോകുന്ന വിപത്ത് ചിലപ്പോൾ പണ്ട് ജനതാ പാർട്ടി പൊളിഞ്ഞ പോലെ വേറെ അതിനേക്കാൾ വലിയൊരു കയോസ് ഇന്ത്യ മുന്നണിയിൽ അങ്ങനെ ഒരു ലീഡറേ ഇല്ല. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ലീഡർ, ആ കാലിബറിലുള്ള ഒരു ലീഡർ ഇന്ന് ഇന്ത്യ മുന്നണിക്കുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ജയപ്രകാശ് നാരായണൻ എന്നൊരു മനുഷ്യൻ അന്ന് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇത്രയും ഭഗീരഥ പ്രയത്നം ചെയ്ത് ആ ജനതാ പാർട്ടി ഉണ്ടാക്കി. എന്നിട്ട് പോലും നിലനിൽക്കാൻ കഴിഞ്ഞില്ല. അതിൽ നിന്ന് ഇന്ത്യ രക്ഷപ്പെട്ടു. പക്ഷേ ഇനി വരാൻ പോകുന്നത് അതിനേക്കാൾ വലിയ വിപത്തായിരിക്കും നമ്മൾ ഈ ഉള്ള ശക്തികളെ ശിഥിലമാക്കാൻ നോക്കിയാൽ. പക്ഷേ അത് ശിഥിലമാകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ വേറെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പം പിന്നെ RSSൽ തന്നെ ചെറുപ്പക്കാരാണ് കൂടുതൽ പോകുന്നത്. അവരിൽ കുറേ പേരെയെങ്കിലും ഇത്തരത്തിൽ പറഞ്ഞ് അതൃപ്തി ഉണ്ടാക്കി വെക്കുക എന്നുള്ളതൊരു ഉദ്ദേശമാണ്. ഭാവിയിലെ RSSന് ഒരു ബ്ലോക്ക് ഇടുക. RSS ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ശക്തിയാണ്. അത് വിദേശ രാഷ്ട്രങ്ങൾക്കറിയാം. അതിനെ ഒന്ന് ബ്ലോക്ക് ഇടണം. അതിനെ പറ്റിയത് RSSൽ ചേരുന്നത് യുവാക്കളല്ലേ. ആ യുവാക്കളിൽ പുതുതലമുറയിൽ കുറേ പേരെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെ ഉദ്ദേശം. അതായത് അതിർത്തിയിലൂടെ BJPയുടെ കരുത്ത് എന്ന് പറയുന്നത് RSS ആണ്. RSSലേക്ക് യുവാക്കൾ പോകുന്നത് തടയുക, അങ്ങനെ അതിനെ ദുർബലമാക്കുക. RSSനെ ദുർബലമാക്കിയാൽ BJP ദുർബലമാവില്ല. ഇപ്പൊ RSS പിടിച്ചു നിൽക്കും. കാരണം ഇപ്പൊ കുറെ ജൻസികളൊക്കെ അല്ലെങ്കിൽ ആ ഒരു മധ്യവർഗമൊക്കെ അതിനകത്ത് നിൽക്കുന്നത് അവർക്ക് ഇപ്പോൾ രാജ്യത്ത് സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. പക്ഷേ നാളെ ഞങ്ങൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല. ജാതി മതം പറയുന്ന സംഘടനയോ അല്ലെങ്കിൽ ദേശസ്നേഹം എന്ത് ദേശസ്നേഹം? ഞങ്ങൾക്ക് അമേരിക്കയാണ് വേണ്ടത്, ഞങ്ങൾക്ക് ജർമ്മനി പോകണം, ഞങ്ങൾക്ക് സൗദി അറേബ്യ പോകണം, എന്തോന്ന് ദേശസ്നേഹം പറയുന്നത് എന്ന് പറയുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരുമ്പോൾ ദേശസ്നേഹത്തിന് വിലയില്ല. അപ്പോൾ ദേശസ്നേഹം പറഞ്ഞാണ് RSS പിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ BJP പിടിച്ചു. അതെല്ലാം തകർക്കുക. മതം പറയാൻ പാടില്ല, അതിന് മതേതരത്വം പറയുക. എന്നിട്ട് മറ്റു പല മതങ്ങൾക്കും മതം പറയാൻ അവസരം കൊടുക്കുക.
ഇങ്ങനെയുള്ള പണ്ട് നടന്നിരുന്ന അതേ കെയോസിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോവുക. അതാണ് അവരുടെ ഇത് വളരെ ബോധപൂർവം നടത്തുന്ന ഒരു ലക്ഷ്യമാണ്. അതിന് യുവാക്കളെ പിടിച്ചിരിക്കുന്നു. കർഷകരെ പിടിച്ചിട്ട് കിട്ടിയില്ല, പിന്നെ സൈന്യത്തിൽ ചേരാൻ പോകുന്നതിനെ പിടിച്ചിട്ട് കിട്ടിയില്ല, മതവിഭാഗങ്ങളെ മുസ്ലിങ്ങളെ പിടിച്ചിട്ട് അതും ഏതാണ്ടൊക്കെ ഒതുങ്ങിപ്പോയി, പിന്നെ മാവോയിസ്റ്റുകളെ പിടിച്ചിട്ട് അതെല്ലാം ഇപ്പം തകർത്തുപോയി. ഇങ്ങനെ പ്രതിലോമ ശക്തികൾ, പിന്നെ തീവ്രവാദികളെ നോക്കി തീവ്രവാദികൾ മുഴുവൻ അടിച്ചൊതുക്കി. ഇങ്ങനെ ഓരോ സെക്ടറായിട്ട് അടിച്ചൊതുക്കി വന്നപ്പോൾ ഇനി കിട്ടുന്നത് പിന്നെ വൈറ്റ് കോളർ ടെററിസം അടിച്ചൊതുക്കി. ഇങ്ങനെ ഏതൊക്കെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് അടിച്ചൊതുക്കിയോ അപ്പം അതിനും ബദലായ ഒരു സാധനം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഒരു ശത്രു. നമ്മൾ അത് ചെയ്യരുത് മക്കളെ എന്ന് പറഞ്ഞാൽ അച്ഛന് വിവരമില്ല, എന്തോ പറയുന്നത്, ഞങ്ങൾ ജനസികളെല്ലാം ചേർന്ന് ഇങ്ങനെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ശക്തി വിതിൻ ദ ഹൗസ് ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഈ പാറ്റകൾ ഈയാൻ പാറ്റകളായി പോകും. പക്ഷേ അന്നേരമ്പോഴത്തേക്കും രാജ്യവും തകർന്നു പോകും. ഓക്കെ, ഇതിനെ അടിച്ചമർത്തിയാൽ പോലും മറ്റൊരു രൂപത്തിൽ വീണ്ടും വരും. അപ്പോൾ ഈ വെല്ലുവിളി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. വെല്ലുവിളി വന്നുകൊണ്ടിരിക്കും. അതിന് രാഷ്ട്രം ശക്തമായ അടിത്തറയുള്ള യുവാക്കളെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. കൂടുതൽ യുവാക്കൾക്ക് അവസരങ്ങൾ കൊടുക്കണം. നീറ്റ് പോലുള്ള പിന്നെ അബദ്ധങ്ങൾ വരാതിരിക്കാൻ ആവർത്തിക്കണം. കാരണം ഇതാണിപ്പോൾ അതിന് ഒരു മരുന്നായിട്ട് കിട്ടിയത്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞില്ലേ, ആ കണ്ടന്റ് ഇതായിരുന്നു. സോഷ്യൽ മീഡിയയിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റിയ എല്ലാവരും നിരാശരായി. ഇത്രയും വർഷം പഠിച്ച് നമ്മളിങ്ങനെ വന്നിട്ട് അവസാനം കോപ്പി അടിക്കുന്നവനാണല്ലോ ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ അടിച്ചുകൊണ്ട് പോകുന്നത്, പൊസിഷൻസ് അടിച്ചുകൊണ്ട് പോകുന്നതെന്ന് തോന്നുമ്പോൾ ഭയങ്കര നിരാശയാണ് കുട്ടികൾക്ക് ഉണ്ടാകുക. ആ നിരാശയിൽ ഒരു മുതലെടുപ്പാണ് ഇപ്പം നടത്തിയിരിക്കുന്നത്. അത് വന്നാൽ രാഷ്ട്രത്തിന് ദോഷം ചെയ്യും. അപ്പോൾ ഇത് രണ്ടു കൂട്ടരും മനസ്സിലാക്കേണ്ടതുണ്ട്. യുവാക്കൾ മനസ്സിലാക്കണം, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും ഭരിക്കുന്നവർ വളരെയധികം മനസ്സിലാക്കാനുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെൻറ്റിന് അതിന് കണ്ണുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നരേന്ദ്രമോദിക്കും ഒക്കെ അതിനേക്കാൾ വിഷണറി ആയിട്ട് ചില കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കും. അമേരിക്കയായിട്ടുള്ള ബന്ധമൊക്കെ നമ്മളിപ്പം മാറ്റിമറിക്കും. അപ്പോൾ അവർ തന്നെ കുറേ ഇതിനൊക്കെ കൺട്രോൾ വരുത്തും എന്നാണ് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. നോക്കാം. തീർച്ചയായിട്ടും എന്തായാലും നമുക്ക് പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം. നമ്മുടെ യുവജനങ്ങളെ നിരാശയിൽ ആണ്ട് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ വഴിയിലേക്ക് ആർക്കെങ്കിലും തട്ടിക്കൊണ്ടുപോകാൻ വിധത്തിലുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ നിന്നും ഭരണകൂടം പ്രത്യേകം ശ്രദ്ധ പുലർത്തുക, ജാഗ്രത പുലർത്തുക. അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ യുവജനങ്ങളെ തള്ളിവിടുവാൻ ആർക്കും സാധിക്കരുത്. അവർ സുരക്ഷിതരാണ്. അവർക്ക് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കേണ്ടിയിരിക്കുന്നു. അത് ചെയ്തേ തീരൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. ഇത്തരത്തിലുള്ള ക്ഷുദ്രശക്തികൾ രാജ്യത്തെ തകർക്കുവാൻ കാത്തിരിക്കുന്നവരുണ്ട്. അത് ലോകം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്ന ശൃംഖലയാണ്. അവർ എപ്പോൾ വേണമെങ്കിലും ചാടി വീഴാം. ഏത് രൂപത്തിലാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള അത്രയേറെ ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങളാണ് അവർ നടത്തുന്നത്. അവർക്ക് ആൾബലമുണ്ട്, പണമുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ സംസ്കാരത്തെ തകർക്കുവാൻ അവർ പല വഴിയും തേടും. അതിനായി നമ്മുടെ യുവജനങ്ങളെ നമുക്കെതിരെ ഉപയോഗിക്കുന്നു. അതാണ് ഈ പാറ്റ പാർട്ടിയുടെ പിന്നിലുള്ള രസതന്ത്രം. ഇത്തരത്തിലുള്ള രസതന്ത്രങ്ങളെ പൊളിച്ചെഴുതുവാൻ നമ്മുടെ ഭരണ സംവിധാനത്തിന് നിലവിൽ സാധിക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. ഭാവിയിലും സാധിക്കണം. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും വേണം. പണ്ടും ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ, ഇപ്പോൾ സംഭവിക്കുന്നു, ഭാവിയിലും ഉണ്ടാകും. അതിനെല്ലാം കരുത്തോടെ നേരിടുവാൻ സാധിക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാകണം. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.